ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ PSC ക്ലാസ്സുമായിട്ടല്ല വന്നിരിക്കുന്നത്. നിങ്ങൾ ഇന്നലെ വളരെയധികം സന്തോഷിച്ച ഒരു ദിവസമായിരിക്കും അല്ലേ? ഒരുപാട് ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ ഇന്നലത്തെ ഒരു ദിവസം നിങ്ങളുടേതായ ഒരു ദിവസമായിരുന്നു. കാരണം PSC ഏജ് ഇൻക്രീസ് ചെയ്തു എന്നുള്ളത് അല്ലേ? ഏജ് 36 വയസ്സിൽ നിന്നും 40 ജനറൽ വിഭാഗം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? ജനറൽ വിഭാഗം എത്രയായി? 36 നിന്നും 40 വയസ്സാക്കി ഉയർത്തി. അതിന് ആനുപാതികമായി OBC എത്രയായി? 43 വയസ്സായി. SC ST വിഭാഗങ്ങൾ 45 വയസ്സുമായി എന്ന് കണ്ടു അല്ലേ? ആദ്യമേ തന്നെ ബഹുമാനപ്പെട്ട ഗവൺമെന്റിനോട് വിനയപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. ഓക്കെ, എങ്കിലും എൻ്റെ സുഹൃത്തുക്കൾ അറിയാനായിട്ട് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എങ്ങനെ ഈ ഏജ് വർദ്ധിപ്പിച്ചു അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഉണ്ട് എന്നുള്ള വാസ്തവം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതാണ് ഫയല്, മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും P&ARD ഫയൽ നമ്പർ റൂൾ A1 64/2025. ഈ ഫയൽ നമ്പർ വെച്ചിട്ട് ആദ്യം ഒരു ഒറിജിനൽ അപ്ലിക്കേഷൻ 2023 കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ രജിസ്റ്റർ ചെയ്യുകയും ഒരു ഹൈക്കോടതി അഡ്വക്കേറ്റിനെ വെച്ചിട്ട് ഇത് മുന്നോട്ട് പോകുകയും ചെയ്ത ഒരു 13 ഉദ്യോഗാർത്ഥികളുണ്ട്. ഈ OA ഒറിജിനൽ അപ്ലിക്കേഷൻ ഫയലിൽ ഒപ്പ് ചെയ്ത 13 വിദ്യാർത്ഥികളാണ്. അതായത് ഓരോ ജില്ലയിൽ നിന്നും ഓരോ പേര് അടങ്ങുന്നതാണ് ഈ 13 പേർ എന്ന് പറഞ്ഞത്. അവരാണ് ഇതിന് ചുക്കാൻ പിടിച്ചിരിക്കുന്നത്. മനസ്സിലാക്കിയിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്ത് കുടുംബങ്ങളിലും എല്ലാം ജോലിയും എല്ലാം ഉള്ള ഓരോരുത്തരൊക്കെ പ്രൈവറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണ്. കുടുംബമായിട്ട് ഇരിക്കുന്ന ലേഡീസ് ഉണ്ട്. ഇവരുടെ എല്ലാം അഹോരാത്രം രാവും പകലുമില്ലാത്ത കഠിന അധ്വാനമാണ് ഇന്ന് നിങ്ങൾ കാണുന്ന ഈ സന്തോഷത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യമേ നിങ്ങൾ എന്ത് പറയണം? ഇവരോട് നന്ദി പറയണം. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ ഈ വീഡിയോ ചെയ്യാനുണ്ടായ കാര്യം, ഇതിൽ ഒരാള് ഈ പ്രവർത്തനത്തിൽ ഞങ്ങളുടെ പാലക്കാട് ജില്ലയിൽ നിന്നും നേതൃത്വം കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ള ഒരു ചാരിതാർത്ഥ്യം എനിക്കുണ്ട്. നല്ല രീതിയിൽ തന്നെ ഞങ്ങളുടെ പാലക്കാട് ജില്ലയിലുള്ള എല്ലാ MLA-മാരും എല്ലാ മന്ത്രിമാരെയും, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് അവർകൾ, അതേപോലെ തന്നെ വൈദ്യുത വകുപ്പ് മന്ത്രി കൃഷ്ണൻകുട്ടി മാഷ്, അതേപോലെ എല്ലാ MLA-മാരും, പാലക്കാട് ജില്ലാ സെക്രട്ടറി, DYFIയുടെ AIYF, അങ്ങനെ ഏതൊക്കെ ഘടക കക്ഷികളുണ്ടോ അവരെ എല്ലാവർക്കും ഈ നിവേദനങ്ങൾ കൊടുക്കുകയും നമ്മുടെ സങ്കടങ്ങൾ അറിയിക്കുകയും ചെയ്യുകയും അങ്ങനെ എല്ലാ ജില്ലക്കാരും പ്രവർത്തിക്കുകയും ഇതിന് ചുക്കാൻ പിടിച്ച നമ്മളെ മുന്നോട്ട് നടത്താൻ ഒരാൾ വേണമല്ലേ? നമ്മളെല്ലാം ബാക്കിൽ അണിനിരക്കുന്ന സമയത്ത് മുന്നിൽ നടക്കാൻ കൊല്ലം ജില്ലയിലും മലപ്പുറം ജില്ലയിലും അതേപോലെ തന്നെ കോട്ടയം ജില്ലയിലും ഒക്കെ പ്രവർത്തിക്കുന്ന നിങ്ങളെ പേരുകൾ സഹിതം ഞാൻ പറയാണ്: ചൈതന്യ, രഞ്ജിത്ത്, നിസാർ, എക്സെട്ര എക്സെട്ര. ഇതിന്റെ കൂടെ പ്രവർത്തിച്ച ഒരുപാട് എല്ലാ വേദനകളും സഹിച്ച് മഴയെന്നോ വെയിലെന്നോ ഇല്ലാതെ പ്രവർത്തിച്ച വ്യക്തികളാണ് ഇവരെല്ലാവരും. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ പാലക്കാട് ജില്ലയിൽ നിന്ന് ഇവരെ കൂടെ നിന്നിട്ട് നേതൃത്വം വഹിക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതും, ഒരു മടിയും കൂടാതെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് ഇതൊരു ഉപകാരമാകട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇതിന് ഇറങ്ങി പുറപ്പെട്ടതും. എല്ലാവരെയും പോകാൻ കാണാനും ഒക്കെ നമ്മുടെ കാര്യങ്ങൾ പറയാനും ഒക്കെ സഹായിച്ചു. അപ്പൊ ഇതിലൊരു ശതമാനമെങ്കിലും, 100-ൽ 1% എനിക്കതിൽ പങ്കുവഹിക്കാൻ സാധിച്ചു എന്നുള്ളതിൽ എനിക്ക് നല്ല അഭിമാനമുണ്ട്. അപ്പൊ ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ഈ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക. ചിലപ്പോൾ സാഹചര്യങ്ങൾ കൊണ്ട്, കാരണം ഇപ്പോഴത്തെ സാഹചര്യമല്ല, അന്ന് ഉദ്യോഗാർത്ഥികൾക്ക് 35-36 വയസ്സിലായിരിക്കും. കാരണം നമ്മുടെ 35-36 വയസ്സിലാണ് മീഡിയകൾ വരുന്നത്, ഫോണ് എന്നുള്ള മീഡിയകളൊക്കെ വരുന്നത്, PSCയെ കുറിച്ച് അറിയുന്നത്, എക്സാമിലേക്ക് ഇറങ്ങുന്നത്. അപ്പോഴേക്കുണ്ട് കൊറോണ വരുന്നു, പ്രളയം വരുന്നു, പ്രിലിംസ് വരുന്നു, നമ്മളെല്ലാം തട്ടിത്തെറിപ്പിക്കുന്നു. ഇതിലൂടെ കടന്നുപോയ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുണ്ട്. അവർക്കെല്ലാം പ്രയോജനം കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങി തിരിച്ചത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ ഇതിനു മുമ്പ് ഞാൻ 2 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. PSC പ്രായപരിധി 36-ൽ നിന്ന് 40-ലേക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ടുള്ള കൂട്ടുകാരുണ്ടാകും. അപ്പൊ അന്നേ താഴെ എല്ലാ കൂട്ടുകാരും ഒരുപാട് പേര് വന്നതാണ്. പക്ഷെ പ്രവർത്തനത്തിനൊന്നും ആരും അധികം മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, എന്ത് വന്നാലും പിന്തിരിയില്ല എന്നുള്ള രീതിയിൽ തന്നെ ഈ ഗവൺമെന്റിനോട് എല്ലാ ആവശ്യങ്ങളും
നമ്മുടെ എല്ലാ ആവശ്യങ്ങളും പറയുകയും ഈ ബഹുമാനപ്പെട്ട ഗവൺമെന്റ് നമ്മുടെ കൂടെ നിൽക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഒരിക്കലും അവർ അത് പറ്റില്ല എന്നോ അതിന്റെ ഉൾവശങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി അവർ പറഞ്ഞത് നിങ്ങൾക്ക് തരാൻ കഴിയും എന്ന് തന്നെയാണ്. ഒരിക്കലും നമ്മളെ മാറ്റി നിർത്തിയിട്ടില്ല. ഇതൊരിക്കലും തരാൻ കഴിയില്ല എന്ന് പറഞ്ഞത് കൊണ്ട് അങ്ങനെ ഒരു വാക്കും അവരുടെ ഭാഗത്ത് നിന്നും വന്നിട്ടില്ല. ഒരിക്കലും ഞാൻ ഇതിന് വന്നിട്ട് ഇനി രാഷ്ട്രീയത്തിന്റെ പ്രൊമോഷൻ ആണ് എന്ന് ഒരിക്കലും താഴെ കമന്റ് ഇടരുത്. ഞാൻ PSC ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് മാത്രമാണ് സംസാരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഗവൺമെന്റിനോട് ഇതിനോടും അധികം ഒരുപാട് പേര് നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ കൂടെ നിന്ന് അതേപോലെ തന്നെ ഓരോ വിഭാഗം, പാലക്കാട് ജില്ല എന്ന് മാത്രമല്ല ഈ കേരളത്തിലെ 14 ജില്ലയിലുമുള്ള ഇന്നത്തെ ഈ ഗവൺമെന്റ്, ഏത് ഗവൺമെന്റ് ആണോ ഇന്ന് ഭരിക്കുന്നത് ആ ഗവൺമെന്റിന്റെ എല്ലാ നേതൃസ്ഥാനങ്ങളും എല്ലാ ഘടക കക്ഷികളും ഇവർക്ക് കൊടുത്തിരിക്കണം എന്ന ഒരു വാക്ക് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിൽ പോയ സമയത്ത് CMന്റെ മുന്നിലേക്ക് CMന്റെ പേഴ്സണൽ സെക്രട്ടറിയെ കാണാൻ പോയ സമയങ്ങളിലെല്ലാം കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഗവൺമെന്റ് പറഞ്ഞ ഒരു കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ഗവൺമെന്റ് പറഞ്ഞത് ഒരാൾക്കാണെങ്കിലും ഉപകാരം കിട്ടുന്നുണ്ടെങ്കിൽ അത് മാറ്റി എഴുതാൻ നമ്മൾ തയ്യാറാണ് എന്നാണ്. ഒരാൾക്ക് ഉപകാരം കിട്ടുന്നുണ്ടോ, ഞങ്ങൾ മാറ്റി എഴുതാം, അതാണ് അവിടെ പറഞ്ഞത്. അപ്പൊ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അവർ ഇത്രയും കാര്യങ്ങൾ ചെയ്തു തന്നു. അതിന് ഗവൺമെന്റിനോട് വീണ്ടും ഒരുപാട് നന്ദി ഞങ്ങൾ എല്ലാ ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് നന്ദി പറയുകയാണ്. അതേപോലെ തന്നെ കൂടെ പ്രവർത്തിച്ച ഓരോ ജില്ലയിലും ഇതിനു വേണ്ടി പ്രവർത്തിച്ചത് നിങ്ങൾ ആലോചിക്കണം. 2023 തുടങ്ങിയിട്ടുള്ള ഈ ഫൈറ്റാണ് ഇന്ന് അവസാനിക്കുന്നത്. നിങ്ങൾ നോക്ക്. അപ്പോ പെട്ടെന്ന് പോയി നമ്മളൊരു ഫയൽ ചെയ്തു കൊണ്ടൊന്നും നമുക്ക് കിട്ടില്ല അല്ലെ. അതിനുള്ള എല്ലാ വാതിലുകളും മുട്ടിയിട്ടാണ് ഇന്ന് ഈ ലക്ഷ്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും വരാൻ പോകുന്ന പരീക്ഷകൾ, കഴിഞ്ഞു പോയത് പാസ്റ്റ് ഇസ് പാസ്റ്റ് അല്ലേ. ചിലപ്പോൾ സാഹചര്യങ്ങൾ കൊണ്ടും പല സാഹചര്യങ്ങൾ കൊണ്ടും എക്സാം എഴുതാൻ കഴിയാതെയും ക്ലിയർ ചെയ്യാൻ പോയാതെയും ഒക്കെ കഴിഞ്ഞിട്ട് മാനസിക വിഷമങ്ങൾ നേരിടുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പൊ അവരെല്ലാവരും തീർച്ചയായിട്ടും ഇനിയുള്ള നിമിഷങ്ങൾ പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ കുടുംബത്തിനെ സംരക്ഷിക്കുക. ബഹുമാനപ്പെട്ട ഗവൺമെന്റിനോട് എന്നും ഒരു നന്ദിയുള്ളവരായിട്ട് നിങ്ങൾ നിൽക്കുക. അത്രമാത്രം പറയാണ്. അപ്പൊ ഇനി എന്ത് കാര്യം ചെയ്യാം. അപ്പൊ തീർച്ചയായിട്ടും കൂട്ടുകാര് നമ്മുടെ ചാനലില് ഇഷ്ടം പോലെ ക്ലാസ്സുകള്, വരാൻ പോകുന്ന എക്സാമുകൾ ക്രാക്ക് ചെയ്യാനുള്ള ക്ലാസ്സുകൾ എല്ലാം ഇട്ടിട്ടുണ്ട്. പരമാവധി പ്രയോജനപ്പെടുത്തി അടുത്ത റാങ്കിൽ ഉയർന്ന റാങ്ക് വാങ്ങിച്ച് കുടുംബത്തിന്റെ സംരക്ഷകരായിട്ട് മാറുക, സ്വന്തം ജീവിതം സേഫ് ആക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതേപോലെ തന്നെ SSCRT ക്ലാസ്സുകളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏത് സയൻസ് ആയിക്കോട്ടെ, ജോഗ്രഫി ആയിക്കോട്ടെ, ഹിസ്റ്ററി ആയിക്കോട്ടെ, ഏത് സബ്ജക്റ്റ് വൈസായി ടോപ്പിക് വൈസായി തിരിച്ച് ക്വസ്റ്റ്യൻ ആൻസർ എന്ന രീതിയിലൊക്കെ നമ്മൾ ക്ലാസ്സുകൾ എടുത്തു വരുന്നുണ്ട്. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത്ര മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത്. എങ്കിലൊക്കെ നമുക്ക് കാണാം. ഇത് ഫയലിന്റെ ഞാൻ ഒരു ചെറിയൊരു പോർഷൻ മാത്രമേ ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇതിന്റെ ബാലൻസ് ഒരുപാട് കോപ്പികളുണ്ട്. നമുക്ക് ഒരിക്കലും ഇവിടെ ഷെയർ ചെയ്യാൻ കഴിയില്ല. എങ്കിലും ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇത് പറയുന്ന ഒരു ഉദാഹരണ സഹിതം കാണിച്ചു തന്നു എന്ന് മാത്രമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.